ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം സംസാരിച്ചിട്ടില്ലാത്ത എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നാർസിസത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നാർസിസിസ്റ്റിക് വിക്ടിം അനുഭവിക്കുന്ന ട്രോമ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ക്ലറ്റേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, മെസ്സി ആയിട്ടുള്ള ഒരു ലൈഫ്, ആ ഒരു ജീവിതത്തിൻ്റെ അതിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ഈ വിഷയം ഞാൻ ചെയ്യാനായിട്ട് കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ നാർസിസിസം വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെയൊക്കെ താഴെ ഇതുപോലുള്ള ഈ പറയുന്ന പോലെ ഇതൊക്കെ ശരിയാണോ, നാർസിസിസമൊക്കെ ശരിയായിട്ടുള്ള ഈ വിക്ടിം ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടോ, അവരൊക്കെ ഇത്രയും ഭീകരമായിട്ടുള്ള ലൈഫാണോ അനുഭവിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു എഴുതിയൊരു നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണെന്ന്. അതുപോലെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറ്. ഈ നാർസിസിസ്റ്റിക് വിക്ടിം ആയിരിക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഈ പറയുന്ന കമൻസിൽ വന്നിട്ട് എന്നോട് ഒരുപാട് കമൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാർസിസിസ്റ്റിക് വിക്ടിംസ് ആക്ച്വലി അനുഭവിക്കുന്ന ഒരു ലൈഫിൽ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്കൊന്ന് ഏറ്റവും വലിയ വേദനകളിലൊന്നാണ്. കാരണം അത്രയും ഡീപ്പായിട്ടുള്ളൊരു പെയിനാണ്, ഒരു വലിയ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ വളരെ ഡീപ്പായിട്ടുള്ള ട്രോമയാണ് അവർ അനുഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ട്രോമ റെസ്പോൺസ് ഒബ്വിയസ്ലി അവരുടെ ലൈഫിലുടനീളം ഉണ്ടാകും, ഈവൻ ലൈഫ് ലോങ് തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു വലിയ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ടാണ് ഒരു നാർസിസിസ്റ്റിക് വിക്ടിം അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ക്ലട്ടർ, ഒരു ഈ പറയുന്ന പോലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ, ഒന്നും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ, അട്ടർ കെയോസ്, എല്ലാ സാധനങ്ങളൊക്കെ വലിച്ചു വരിയിടുന്ന അവസ്ഥ, ഒന്നും നേരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നിനും എനർജി ഇല്ലാത്ത അവസ്ഥ, ഒന്നും ലൈഫ് ഓർഡറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ എക്സോഷൻ എന്ന് പറയുന്നത്, മാനസികമായിട്ടുള്ള തളർച്ച എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ എപ്പോഴും ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ് വിക്ടിമിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ എക്സോഷൻ എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ വളരെയധികം ഡ്രെയിൻഡായി പോകുന്ന അവസ്ഥ, ഓവർവെൽംഡ് ആകുന്ന അവസ്ഥ, വളരെയധികം പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം തന്നെ പലപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഒരു നാർസിസിസ്റ്റിക് വിക്ടിമിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ അബ്യൂസ് കാരണം നേരിടേണ്ടി വരുന്ന ഈ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ആണ്. ഒരു വലിയ കാലയളവിൽ തുടർച്ചയായിട്ട് നേരിടേണ്ടി വരുന്ന ഈ ട്രോമ, അല്ലെങ്കിൽ ഈ ഒരു അബ്യൂസ് കാരണം ഉണ്ടാകുന്ന ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പയർമെൻ്റ് ഉണ്ട്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, ലൈഫിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകൾ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ഇമ്പയർമെൻറ്റ്സ് കാരണം ക്ലട്ടേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഇതുപോലെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളിതൊരു വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണുള്ളത്, നമ്മളിപ്പോൾ ഒരു അബ്യൂസിന് കീഴിലല്ല ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ക്ലട്ടർ എന്ന് പറയുന്നതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. ഈ ഒരു മെസ്സിനെസ് ആണെങ്കിലും, ഈ പറയുന്ന ഈ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും പലപ്പോഴും നമ്മളെ പഴിക്കാറാണ് പതിവ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലത്തെ ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ്, ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കലുള്ള ഒരു അബ്യൂസ് നിങ്ങൾ നേരിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ഏരിയാസൊക്കെ ഷട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരുപാട് കാലം ആ അവസ്ഥ നിലനിൽക്കും. കാരണം ആ ഒരു പാറ്റേൺസ് നമ്മുടെ ഉള്ളിൽ, ആ ഒരു അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ പാറ്റേൺസും നമ്മുടെ ബ്രെയിനിലെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺസും ഒക്കെ ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കുന്നതാണ്. അത് ഉണ്ടാവാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള ബ്രെയിനിലെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന, ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട പല ഏരിയാസും ഷട്ട് ഡൗൺ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരിക്കലും ഇതിനൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാണേണ്ടതില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മെസ്സി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്യുന്നതും ആ ഒരു ഔട്ട്കമിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ വേണം അത് കാണാൻ. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വഴിയെ പറയാം. ഒരു നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച് കഴിഞ്ഞ ശേഷം വിക്ടിംസ് ഒരു വലിയ അളവിൽ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ്, ഒരു വലിയൊരു പരിക്കുമായിട്ടാണ് അവർ വരുന്നത്. അവരുടെ സെൽഫ് എസ്റ്റീമിന് തന്നെ, സെൽഫ് കോൺഫിഡൻസിന് തന്നെ. പക്ഷേ സ്വന്തമായിട്ടൊരു സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് ക്യാരക്ടർ, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും ഒരു വിക്ടിമിന് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏകദേശം നശിച്ചിട്ടുണ്ടാവും ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള ഒരുപാട് നാളത്തെ ഒരു സമ്പർക്കം കാരണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ടും ഇത്തരത്തിൽ ഓർഡർലെസ് ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നിലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും പ്രൊക്രാസ്റ്റിനേഷൻ വളരെയധികം കാണിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ നാർസിസിസ്റ്റിക് സർവൈവേഴ്സ് നേരിടുന്ന ഒരു ഹൈപ്പർ വിജിലൻസും ആ ഒരു ആങ്സൈറ്റിയും ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടുള്ള ആങ്സൈറ്റി നേരിടുന്ന ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെയധികം വിജിലൻ്റ് ആയിട്ടിരിക്കുക. കാരണം ആ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് പിന്നെയും നിലനിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആങ്സൈറ്റിയും ഈ പറയുന്ന പോലെ എവിടെ നിന്നൊക്കെ അപകടങ്ങൾ വരാം എന്നുള്ളതും, ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക, ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ത്രെട്ടായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ത്രെട്ട് എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് ആയിരിക്കുക. അപ്പോൾ ഇതൊക്കെ സർവൈവൽ മോഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഈ ഒരു അബ്യൂസിന് ശേഷം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ആങ്സൈറ്റി ഉള്ളതുകൊണ്ടും ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കുന്നതുകൊണ്ടും കൊണ്ട് തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റാതെ വരികയും അത് കാരണം ഓർഗനൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അലേർട്ടായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് ലീഡ് ചെയ്തും അതുകൊണ്ട് തന്നെ പല ടാസ്കുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ, ചെയ്യേണ്ട ടാസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള പ്രവണതയും കൂടി വരും എന്നുള്ളതും ഒരു ഫാക്ടറാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഫിസിക്കലായിട്ടുള്ള ക്ലട്ടർ എന്ന് പറയുന്നത് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള മെമ്മറീസിൻ്റെ, ചെറിയ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ, അനുഭവങ്ങളുടെയൊക്കെ ഈ പറയുന്ന ട്രോമ, അത് സമ്മാനിക്കുന്ന ഒരു ട്രോമ കാരണം ഉണ്ടാകുന്ന ആ മെമ്മറീസ് അത് മനസ്സിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അത് ബ്രെയിനിൽ ഇങ്ങനെ നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഓർമ്മ കാരണം ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷനാണ്. പലപ്പോഴും അത്തരത്തിൽ ആ സമയത്തൊക്കെ ഉള്ള പല കാര്യങ്ങളും പല വസ്തുക്കളും ഒക്കെ നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ഓർമ്മകളുടെ കൂടെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോഴും അതിൽ നിന്ന് മൂവ്ഡ് ഓൺ ആയിട്ടില്ല എന്നൊരു കാര്യമാണ്. അത് ഒരു വലിയ ഫാക്ടറാണ് ഈ ഒരു ജേർണിയിൽ നമ്മുടെ മാറ്റം എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നാർസിസിസ്റ്റിന് ഒരിക്കലും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു 3 ക്വാളിറ്റീസ് നിങ്ങളോട് തന്നെ കാണിക്കണം എന്നുള്ളതാണ്. അതിൽ ആ ഒരു 3 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കമ്പാഷൻ, ഒന്ന് കൈൻഡ്നെസ്, ഒന്ന് എമ്പതി. ഈ 3 കാര്യങ്ങളും ആദ്യം നിങ്ങളോട് തന്നെ കാണിക്കുക. കാരണം നിങ്ങൾ നേരിടുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രോമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ ട്രോമയുടെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ ലൈഫിൽ നേരിടുന്നത് എന്നുള്ളൊരു കാര്യം അക്നോളജ് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക. ആ രീതിയിലുള്ളൊരു പരിഗണനയും സ്നേഹവും കമ്പാഷനും നിങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഓരോ ജെൻറ്റിലായിട്ടുള്ള സ്റ്റെപ്സ് ഇതിനകത്ത് വെച്ച് വരേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. വളരെ പതുക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കാരണം നമുക്ക് ആദ്യമേ കയറിയിട്ട് എനിക്ക് ഡിസോർഗനൈസ്ഡ് ലൈഫ് തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വലിയ സ്റ്റെപ്സ് ഒന്നും വെക്കാനായിട്ട് പറ്റില്ല. അതൊന്നും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും അങ്ങനെ കൊണ്ട് നടക്കുന്നത് ഒട്ടും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ സ്റ്റെപ്പുകൾ തന്നെ വലിയ വിജയങ്ങളാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഇത്രയും നാളത്തെ ആ ഒരു അബ്യൂസിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ എഫക്റ്റാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മൾ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല വന്നത് എന്നും അത് എനിക്ക് ഇങ്ങനെ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പെട്ടുപോയത് കൊണ്ടും ആ കെണിയിലായതുകൊണ്ടും ആയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ചുഴിയിൽ നിന്നും മാറി നമ്മൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ വീണ്ടും ലൈഫിലേക്ക് നീന്തുകയാണ്, അല്ലെങ്കിൽ ലൈഫിൽ നീന്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾ പോകുന്ന പാത്ത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വെക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പുകളാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ആദ്യം നിങ്ങളുണ്ടാവണം. കാരണം ശരിയായ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകുന്ന മനുഷ്യർ വളരെ കുറച്ച് പേരെ ലൈഫിലുള്ളൂ എന്നുള്ളതും അതിനൊപ്പം തന്നെ അവനവൻ്റെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മനുഷ്യർ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നുള്ളതും തിരിച്ചറിയുക. അങ്ങനെയുള്ള മനുഷ്യരെ ലോകത്തിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മാളായിട്ടുള്ള ടാസ്കുകൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആദ്യം അത്തരം ടാസ്കുകൾ ചെയ്ത് തുടങ്ങുക. അതായത് ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഷെൽഫ് ഒന്ന് അടുക്കി വയ്ക്കുക. ഒരു ഷെൽഫിൽ ഒരു റോ മാത്രം ജസ്റ്റ് ഒന്ന് അടുക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കബോർഡിൽ തുണി അടുക്കി വയ്ക്കുന്നത് ഒരു റോ മാത്രം, അല്ലെങ്കിൽ ഒരു 6-7 തുണി, ഒരു 4-5 തുണി ആദ്യം
പ്രോപ്പറായിട്ട് അടുക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെറുതായിട്ട് ഓൺ എ ഡെയിലി ബേസിസ് ചെയ്തു തുടങ്ങുക, അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ ചെറിയ ഓർഗനൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പഴയ ലൈഫ് തിരിച്ചു പിടിക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരുന്നത് റിക്കറിങ് ആയിട്ടുള്ള ക്ലട്ടേർഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ശരിക്കും ആ പുറത്ത് സ്ഥലങ്ങളിങ്ങനെ വാരിയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ മനസ്സിലും ആ തോട്ട്സ് ഉണ്ടാകുക. വളരെയധികം നെഗറ്റീവ് തോട്ട്സും അൺനെസസറി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പാസ്റ്റിൽ നിന്ന് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന പെയിനിൽ നിന്നുള്ള ഓർമ്മകളും ഇങ്ങനെ റിക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പല കണ്ടീഷൻസും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ PTSD പോലെ, കോംപ്ലക്സ് PTSD പോലെ, പിന്നെ അതിൻ്റെ OCD പോലുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ട്രോമയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായി വന്നെന്നിരിക്കാം. അപ്പോൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതുമാണ്. അതിനൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഇത്തരത്തിൽ ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറാപ്പിസ്റ്റിനെ കണ്ട് നിങ്ങളത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് തെറാപ്പിസ്റ്റിനോട് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ബിഹേവിയറൽ തെറാപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇൻപുട്സ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഹെൽപ്പ് വെച്ചിട്ട് തന്നെ ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് വളരെ ജെൻറ്റിലായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇത് നിങ്ങൾ റഷ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. വളരെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനൊരു ആക്ഷനബിൾ ആയിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുത്താൽ മതിയാവും. കഴിവതും ഈ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തെറാപ്പിസ്റ്റിനെ സമീപിക്കുമ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പുകളെക്കുറിച്ചും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആ സപ്പോർട്ട് ഗ്രൂപ്പിലും വിളിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സപ്പോർട്ട് ഗ്രൂപ്പിൽ ഭാഗമാകുന്നതും ഒരു വലിയ സ്റ്റെപ്പാണ്. നമ്മുടെ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് നമ്മൾ ഈ ഒരു ജേർണിയിൽ എടുക്കുന്ന ഒരു വലിയ സ്റ്റെപ്പാണ് ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക എന്നുള്ളത്. പിന്നെ വളരെ പേഷ്യൻ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്ന കാര്യം വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു പ്രോസസ്സിൽ. ഇത് ഒറ്റയടിക്കൊന്നും മാറുന്നൊരു കാര്യമല്ല. നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കെയോസ്, ഇൻറ്റേർണൽ കെയോസ് എല്ലാം ഡീക്ലട്ടേഡ് ആവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതെല്ലാം നമ്മൾ ചുരുളഴിച്ച് ശരിയായ ബിഹേവിയറൽ പാറ്റേൺസ്, ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസിലേക്ക് എത്തി നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആ സമയമെടുക്കുന്ന ആ ഒരു ജേർണി എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത്, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് അത്തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പുകൾ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ കൂടെ കൂട്ടി ആ രീതിയിൽ പതുക്കെ മുമ്പോട്ട് പോകുമ്പോൾ പതുക്കെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷങ്ങൾ, പതുക്കെ ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങളും വലിയ മാറ്റങ്ങളായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും സെലിബ്രേഷൻ അല്ലെങ്കിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഈ ഒരു കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കൊണ്ടുവരുന്ന ഇത്തരം സ്റ്റെപ്സ്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത ശേഷം നിങ്ങളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ടാസ്ക് സെറ്റ് ചെയ്യുകയും അത് നിങ്ങളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളത് പൂർത്തീകരിച്ച് സക്സസ്ഫുൾ ആക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഗ്രസ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് നമ്മൾ ചെറിഷ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ നാർസിസിസ്റ്റിക് വിക്ടിം ആയതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നുപോയി, ഇനി എനിക്ക് ജീവിതമില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളതിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് പേർക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പലരും ചെന്ന് വീണതിന് ശേഷം മാത്രം മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുമാണ് ഒരു ചെറിയ ഗ്യാപ്പിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കി എടുത്തത്. പക്ഷേ ഇത് അനുഭവിക്കാതെ ഇപ്പോഴും പ്രിവിലേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ചെറിയ ചുഴികളിൽ തന്നെ വീണു പോകുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അതൊരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യത്തിൽ നിന്നും കയറി വന്നവരായതുകൊണ്ട് ആ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കുഴികളിൽ നിന്നും കയറി വരാനുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം ഓർഗനൈസ്ഡ് ആകാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട ലൈഫിൽ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പവർ, ആ ഒരു എനർജി, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ജേർണി, ഒരു ഹീലിംഗ് ജേർണിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആ ഒരു ഹീലിംഗ് ജേർണി എന്ന് പറയുന്നത് വളരെയധികം ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. അത് ആ ഒരു ജേർണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലെത്തും.
വളരെ ഹെൽത്തി അവെയർനെസ് ഉള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേര് മാറി വന്നവർ തന്നെ നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ എനിക്ക് നേരിട്ടും എന്നോട് മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഒരുപാട് ഏജ് കൂടിയവരും പോലും അവർ ലൈഫിൽ വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പൊക്കെ അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് ലൈഫ് വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്ന ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് വാർത്തകളും ഞാൻ ഇതിനിടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്ത് നിങ്ങൾ സഹായിക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ആരോടും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അങ്ങനെ പറയാറില്ല ഇപ്പോൾ. പക്ഷേ ഒരുപാട് നമുക്ക് ഇപ്പോൾ ചാനൽ നിലനിന്ന് പോകണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്, നിങ്ങളുടെ സ്നേഹം ആവശ്യമാണ്. നിങ്ങൾ ഒരുപാട് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യവും എനിക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും